1963 ജ്യോതിശാസ്ത്രജ്ഞനായ മാർട്ടിൻ സ്മിത്ത് 3C273 എന്ന വസ്തുവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പഠനത്തിനിടയിലാണ് താൻ അത് ശ്രദ്ധിക്കുന്നത്. ആ വസ്തു വളരെയധികം ദൂരെയായിരുന്നിട്ടും അസാധാരണമായി പ്രകാശിക്കുന്നത് കണ്ടെത്തി. എന്നാൽ ആദ്യം താൻ കരുതിയിരുന്നത് മിൽക്കി വേ ഗാലക്സിയിലുള്ള വളരെയധികം പ്രകാശമുള്ള ഒരു നക്ഷത്രമാണെന്നാണ്. എന്നാൽ അതൊരു സാധാരണ നക്ഷത്രമല്ലെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ലോകം ആ വസ്തുവിനെ തിരിച്ചറിഞ്ഞു. ക്വയ്സാർ. എന്താണ് ക്വയ്സാർ? ക്വയ്സാർ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രകാശമേറിയ വസ്തുക്കളിൽ ഒന്നാണ്. ഇതൊരു നക്ഷത്രമല്ല, ഇതൊരു ഗാലക്സിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ അതിവേഗത്തിൽ വസ്തുക്കളെ ആകർഷിച്ച് അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ പ്രകാശാവസ്ഥയാണ് ക്വയ്സാർ. എങ്ങനെ ക്വയ്സാർ രൂപപ്പെടുന്നു? മിക്ക ഗാലക്സികളുടെയും സെന്ററിലായി ഒരു മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ഈ ബ്ലാക്ക് ഹോളുകൾ ഡസ്റ്റ്, ഗ്യാസ്, നക്ഷത്ര അവശിഷ്ടങ്ങൾ തന്റെ ശക്തമായ ഗുരുത്വാകർഷണത്തിൽ കുടുക്കി അതിലേക്ക് വീഴ്ത്തും. പക്ഷേ അവ നേരെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കല്ല പ്രവേശിക്കുന്നത്. ആദ്യം അവ ബ്ലാക്ക് ഹോളിനെ അതിവേഗത്തിൽ ചുറ്റുന്നു. അവ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഭ്രമണം ചെയ്യുകയും ഭയങ്കരമായി ചൂടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ചുറ്റുന്ന വസ്തുക്കളുടെ വളയമാണ് അക്രീഷൻ ഡിസ്ക്. ഈ ഡിസ്ക് അതിവേഗത്തിൽ ചൂടാകുമ്പോൾ അതിശക്തമായ പ്രകാശവും ഊർജവും പുറപ്പെടുന്നു. ഈ മുഴുവൻ പ്രകാശിക്കുന്ന സജീവ അവസ്ഥയാണ് ക്വയ്സാർ എന്ന് പറയുന്നത്. ചില ക്വയ്സാറുകൾ മുഴുവൻ ഗാലക്സിയേക്കാൾ കൂടുതൽ പ്രകാശിക്കും. അവ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെ നിന്നാലും നമുക്കവയെ കാണാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ, എക്സ്റേ, അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്നിവയെല്ലാം ക്വയ്സാർ പുറപ്പെടുവിപ്പിക്കുന്നു. ചിലപ്പോൾ ബ്ലാക്ക് ഹോളിന്റെ 2 വശങ്ങളിൽ നിന്നും ഭീമൻ ഊർജ്ജ ജെറ്റുകൾ പുറത്തേക്ക് പാഞ്ഞു പോകും. ലളിതമായി പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിന് ചുറ്റുന്ന വസ്തുക്കൾ അതിവേഗം ചുറ്റി അതിശക്തമായി പ്രകാശിക്കുന്ന അവസ്ഥയാണ് ക്വയ്സാർ. ക്വയ്സാർ തന്നെ നമ്മളെ ഇത്രയേറെ വിസ്മയിപ്പിക്കുന്ന ശക്തിയാണെങ്കിൽ അതിന്റെ ജെറ്റ് നേരെ നമ്മുടെ ഭൂമിയിലേക്ക് തിരിഞ്ഞാൽ എന്താകും? പ്രപഞ്ചത്തിലെ ഏറ്റവും അപകടകരമായ പ്രകാശം, അതാണ് ബ്ലേസാർ. അടുത്ത വീഡിയോയിൽ കാണാം.